ഓപ്പറേഷൻ സിന്ദൂരിൽ തകർത്ത ലഷ്കർ ക്യാമ്പ് പാകിസ്ഥാൻ പുനർനിർമ്മിക്കുന്നു. പ്രളയ ഫണ്ട് വകമാറ്റിയാണ് മുരഡ്കയിലെ മർക്സ് തായിബ ക്യാമ്പ് പുനർനിർമ്മിക്കുന്നത്. മെയ് 7-നാണ് ക്യാമ്പ് വ്യോമസേന തകർത്തത്. അജീഷ് ജയകുമാർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. അജീഷ്, ഇന്ത്യൻ വ്യോമസേന നിഷ്പ്രഭമാക്കി അല്ലെങ്കിൽ തകർത്ത് തരിപ്പണമാക്കിയ കേന്ദ്രങ്ങൾ വീണ്ടും പുനർനിർമ്മിക്കുകയാണ്. നേരത്തെ തന്നെ IMF-ന്റെ സാമ്പത്തിക സഹായം പാകിസ്ഥാന് കൂടുതൽ അനുവദിക്കുന്ന ഘട്ടത്തിൽ ഇന്ത്യ അതിനെ എതിർത്തത് ഇതേ കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ്. നൽകുന്ന ഈ ദുരിതാശ്വാസ സഹായമടക്കം അയൽ രാജ്യങ്ങൾക്ക് നേരെ അല്ലെങ്കിൽ ഭീകരവാദികൾക്ക് ഇന്ധനം പകരാൻ അവരെ പരിശീലിപ്പിക്കാനാണ് പാകിസ്ഥാൻ ഉപയോഗിക്കുന്നതെന്ന് ഇന്ത്യ നേരത്തെ തന്നെ ആരോപിച്ചിരുന്നതാണ്. അതിനുള്ള തെളിവുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ടോ? ഗോകുലെ, ഈ മർക്കസ് തൈബ എന്ന് പറയുന്ന സ്ഥലം തന്നെ ഏതാണ്ട് 1 ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്ന വലിയൊരു മേഖലയാണ്. 2 കെട്ടിടങ്ങളാണ് അവിടെ പ്രധാനമായിട്ടുള്ളത്. അവിടെ ഭീകരർക്ക് പരിശീലനം അടക്കം ആയുധങ്ങൾ ശേഖരിക്കാനുള്ള സൗകര്യം അടക്കം ഉണ്ടായിരുന്നു. ഇതാണ് മെയ് 7-ന് നടന്ന ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ 21 ഇടങ്ങൾ ലക്ഷ്യം വെച്ചെടുത്ത അതിൽ തകർത്ത ഒരു സ്ഥലം ആണ് ഇത്. ഈ സ്ഥലമാണ് ഇപ്പോൾ പാകിസ്ഥാൻ പുനർനിർമ്മിക്കാൻ തുടങ്ങുന്നത് എന്നുള്ളതാണ് രഹസ്യാന്വേഷണ വിവരം. നേരത്തെ ഈ നൂർഖാൻ ബേസും പാകിസ്ഥാൻ പുനർനിർമ്മിക്കുന്നതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇത് സാറ്റലൈറ്റ് ഇമേജുകളുടെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിൽ ഈ തകർത്ത നൂർഖാൻ ബേസും, അത് വ്യോമതാവളമാണ്, അവിടെയും പാകിസ്ഥാൻ പുനർനിർമ്മാണം നടത്തുന്നു എന്നുള്ള വിവരം പുറത്തു വന്നത്. ഇത് പക്ഷേ ഈ പ്രളയം ഈ കഴിഞ്ഞ 2 മാസമായിട്ട് പാകിസ്ഥാന്റെ പാക് പഞ്ചാബിലൊക്കെ വലിയ രീതിയിലുള്ള പ്രളയം ഉണ്ടായിരുന്നു. ഈ പ്രളയ ദുരിതാശ്വാസ ഫണ്ട് വകമാറ്റിയിട്ടാണ് ഇത്തരത്തിൽ ഈ ഭീകര പരിശീലന കേന്ദ്രം പുനർനിർമ്മിക്കുന്നത് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. ശരി, വീണ്ടും ഈ പ്രളയം തകർത്ത പാകിസ്ഥാൻ, വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന പാകിസ്ഥാൻ ലഭിക്കുന്ന ദുരിതാശ്വാസ പണം പോലും ഭീകരർക്ക് നൽകുന്നു. അവരെ വീണ്ടും ഭീകര ബ്രീഡിംഗ് ക്യാമ്പുകൾക്ക് വേണ്ടി ചെലവഴിക്കുന്നു എന്ന വാർത്തയാണ് അജീഷ് ജയകുമാർ പങ്കുവച്ചത് ഡൽഹിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.